കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ ആദ്യം വേണ്ടത് ആ പെണ്ണിന്റെ സമ്മതമാണ്. നീ എപ്പോഴെങ്കിലും അമലയുടെ സമ്മതം വാങ്ങിയിരുന്നോ? അതോ അമലയുടെ അമ്മയെ പണം കൊടുത്ത് മയക്കിയാൽ അവൾ നിന്നെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുമെന്ന് നീ കരുതിയോ? നിന്റെ അമ്മ ഒരു പാവ സ്ത്രീയായിരുന്നു. പക്ഷേ അവരുടെ മരണത്തിന് ഉത്തരവാദി അത് നീ മാത്രമാണ്. അതിനിയും നിനക്ക് മനസ്സിലായിട്ടില്ല. നോ, നീയാണ് എല്ലാത്തിനും കാരണം. നീ കാരണം എന്റെ അമ്മ മരിച്ചത്. എടാ DK, നിന്റെ നാശം കാണാതെ ഞാൻ തിരിച്ചു പോവില്ല. ഞാൻ വരുന്നുണ്ട് DK, നിന്നെ കാണാൻ, നിന്നെ നേരിൽ കാണാൻ. വെൽക്കം വിഘ്നേഷ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ആരെയും ഭയന്ന് എവിടേക്കും ഒളിച്ചോടുന്ന ശീലം എനിക്കില്ല. പക്ഷെ ഒരു കാര്യം നീ എപ്പോഴും ഓർമ്മ വയ്ക്കണം. DKയോട് പ്രതികാരം ചെയ്യാൻ നീ ഇറങ്ങി തിരിച്ചത് നീ നിന്റെ നിഴലിനോട് യുദ്ധം ചെയ്യുന്ന പോലെയാ. കാരണം ഞാൻ നിന്റെ ശത്രുവല്ല, നീ എന്റെയും ശത്രുവല്ല. എന്നാൽ എന്റെ ശത്രുവായി ഞാൻ എപ്പോഴെങ്കിലും നിന്നെ കണ്ടു തുടങ്ങിയ അന്ന് തുടങ്ങും നിന്റെ സർവനാശം. പിന്നെ എന്റെ കുടുംബത്തിൽ കയറി കളിക്കാൻ നീ ശ്രമിച്ചാൽ നിന്നെ തീർത്ത് കളയും ഞാൻ. വച്ചിട്ട് പോടാ MP. കളി തുടങ്ങിയിട്ടേ ഉള്ളൂ DK. നീ ഒരുങ്ങിക്കോ. നിന്റെ സർവനാശത്തിന്റെ ആരംഭമാണ് ജ്യോതിയുടെ ഇറങ്ങിപ്പോക്ക്. ഇനി ഓരോന്നോരോന്നായി നിനക്ക് നഷ്ടപ്പെടുത്തും. അവസാനം നിന്നെ തെരുവിലിറക്കി നിർത്തും DK. ജയപ്രകാശ, സംസാരിക്കേ. ഞാനെന്ത് സംസാരിക്കാനാ? നിങ്ങളുടെ മരുമകനല്ലേ, അങ്ങോട്ട് സംസാരിക്കും മനുഷ്യ. ജയപ്രകാശേ, അച്ഛാ, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ചേച്ചി അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? അവളിവിടെ ഉണ്ട്. അവളിനി തിരിച്ചു പോകില്ലെന്ന് വാശി പിടിച്ചിരിക്കുക ജയപ്രകാശ. അച്ഛാ, ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കേസാണ്. ഇന്നിപ്പോ ആരും ചേച്ചിയോട് ഒന്നും സംസാരിക്കണ്ട. നേരം വിളിക്കട്ടെ, ഞങ്ങൾ വരാം. എന്നിട്ട് ശാന്തമായി സ്വസ്ഥമായൊരു തീരുമാനം എടുക്കാം. ശരി. പിന്നെ നീ DK ഒന്ന് വിളിച്ച് സംസാരിക്കണം. എന്നും ഒപ്പം ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്ന സ്വന്തം ഭാര്യ ഇങ്ങനെ പെരുമാറുമ്പോൾ അവനൊന്ന് തകർന്നു കാണും. അച്ഛൻ വിഷമിക്കണ്ട, DK ഞാൻ വിളിക്കാം. പ്രിയെ ഞാനും കൂടി രാവിലെ തന്നെ എത്താം. അതിനിടയിൽ ഒരു കാര്യത്തിലും ചേച്ചിയെ പ്രൊവോക്ക് ചെയ്ത് ആരും സംസാരിക്കാൻ പാടില്ല. ശരി അച്ഛാ. ഇവിടെ ആർക്കും വിശപ്പും ദാഹമൊന്നും ഇല്ലേ? എനിക്ക് വിശക്കുന്നു. ഞങ്ങളുടെ വിശപ്പും ദാഹമൊക്കെ തീർന്നു. വേണ്ടുന്നവർക്ക് പോയി വിളമ്പി കഴിക്കാം. നീയാണ് എല്ലാത്തിനും കാരണം. നീ കാരണം എന്റെ അമ്മ മരിച്ചത്. എടാ DK, നിന്റെ നാശം കാണാതെ ഞാൻ തിരിച്ചു പോവില്ല. DK, ഞങ്ങൾ വന്നത് DKയോട് ഒരു കാര്യം ചോദിക്കാനാ. ജ്യോതിയോട് ഞങ്ങൾ ചെന്ന് സംസാരിക്കാം. എന്തിന്? അതിന്റെ ആവശ്യമില്ല. വേണം DK. ജ്യോതി പിണങ്ങിപ്പോയി, അതും ഒരു തെറ്റിദ്ധാരണയുടെ പേരില്. പക്ഷേ കാര്യങ്ങൾ പറഞ്ഞാൽ ജ്യോതിക്ക് മനസ്സിലാവും. അങ്ങനെയായിരുന്നെങ്കിൽ ഞാനെല്ലാം തുറന്നു പറഞ്ഞിട്ടും അവൾ ഇവിടുന്ന് ഇറങ്ങി പോവായിരുന്നോ?
എന്റെ വാക്കിന് എന്തെങ്കിലും വില കൽപ്പിച്ചോ? എന്നെ വിശ്വസിക്കാതെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയി. ഡി കെ പറയുന്നത് ശരിയാ, പക്ഷേ അങ്ങനെ ചിന്തിക്കാനുള്ള സമയവും സന്ദർഭവും ആയിരുന്നില്ലല്ലോ. ഒരെടുത്തുചാട്ടത്തിന് ജ്യോതി ഇറങ്ങിപ്പോയി, ശരിയാ. പക്ഷെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയ ജ്യോതി തിരിച്ചു വരും. ഡി കെ കാണാതിരിക്കാൻ ജ്യോതിക്ക് പറ്റില്ല. വേണ്ട. എനിക്ക് വേണ്ടി നിങ്ങൾ ആരുടെ മുന്നിൽ തല കുനിക്കുന്ന എനിക്കിഷ്ടമല്ല. അതാരായാലും. അത് സാരമില്ല. ഈ ലോകത്ത് ഭാര്യമാര് പിണങ്ങുന്നതും ഇണങ്ങുന്നതും വലിയ സംഭവമൊന്നുമല്ല. എന്തായാലും നാളെ ഞങ്ങൾ ജ്യോതിയെ കാണാൻ പോകുന്നുണ്ട്. ഡി കെ സമ്മതിക്കണം. പോകുന്നതും വരുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഈ നാട്ടുകാരുടെ മുമ്പിൽ അപമാനിതനായി ഞാൻ നിൽക്കുമ്പോഴാ എന്റെ വാക്കുകൾ പോലും വിശ്വസിക്കാതെ അവൾ ഇറങ്ങിപ്പോയത്. പക്ഷെ ഇനി തിരിച്ചു വരുന്നത് അത് ഞാൻ തീരുമാനിക്കും. അങ്ങനെ തോന്നുമ്പോ വരാനും പോകാനും ഈ അമരാവതി വീടൊരു വഴിയമ്പലമല്ല. ആരെങ്കിലും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവര് വിഡ്ഢികളുടെ ലോകത്താണ് ജീവിക്കുന്നത്. പറയുമ്പോ ഇതുകൂടി പറഞ്ഞേക്കണം നിങ്ങളുടെ അമ്മായിയമ്മയോട്. എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. വെറുതെ നിന്ന് എന്നെ ആരൊക്കെയോ ചേർന്നൊരു കുളത്തിലേക്ക് തള്ളിയിട്ടു. അപ്രതീക്ഷിതമായ ആ വീഴ്ചയിൽ ഞാനൊന്ന് നനഞ്ഞു. പക്ഷെ ഇനിയൊന്ന് നല്ലപോലെ കുളിച്ചു കയറാൻ തന്നെയാ തീരുമാനം. എല്ലാവർക്കും അറിയേണ്ടത് ഡി കെ തോറ്റുപോയോന്നാ. നാട്ടുകാരും ചില സുഹൃത്തുക്കളും ബിസിനസ്സിലെ ശത്രുക്കളും എല്ലാം വിളിക്കുന്നുണ്ട്. പക്ഷെ ഒരാളോടും മറുപടി പറയാൻ എനിക്ക് സൗകര്യമില്ല. ആരുടെയും സഹതാപം എനിക്ക് വേണ്ട. എന്റെ അമ്മയും മക്കളും മരുമക്കളും എന്നെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നു. എനിക്കത് മതി. പോയവരൊന്നും എളുപ്പത്തിൽ തിരികെ വരാമെന്ന് ആരും കരുതണ്ട. മനസ്സിലായി ഡി കെ. ഞങ്ങൾ പോകുന്നത് ജ്യോതിയോട് തിരിച്ചു വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാനായിരിക്കില്ല. ഈ സംഭവത്തിലുള്ള ഞങ്ങളുടെ നിലപാട് ജ്യോതിയുടെ മുഖത്ത് നോക്കി പറയാനായിരിക്കും. ഒരു പുരുഷൻ ഭാര്യയുടെ സാമീപ്യവും സാന്ത്വനവും ആഗ്രഹിക്കുന്നത് അവനൊരു വീഴ്ച വരുമ്പോഴാണ്. ശത്രുക്കൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ആ തകർച്ചയിൽ വീണു പോകാതിരിക്കാൻ ഒരു കൈ. സാരമില്ല, ഞാൻ ഒപ്പമുണ്ട് എന്നൊരു വാക്ക്. അതാവണം ഭാര്യ. പണ്ട് ഭർത്താവ് മരിച്ചാൽ ഭാര്യ ചിതയിൽ ചാടി മരിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇവിടെ ചിതയിൽ ചാടി മരിക്കണ്ട. പക്ഷേ ശത്രുക്കൾ എനിക്ക് വേണ്ടി ചിതയൊരുക്കി കാത്തിരിക്കുമ്പോൾ ആ തീയിൽ എണ്ണ ഒഴിച്ച് ആളി കത്തിക്കാനാണ് അവൾ ശ്രമിക്കുന്നത്. ഡി കെ വിഷമിക്കരുത്. ഈ കാലവും കടന്നു പോവും. ഈ ചതിക്ക് പിന്നിൽ ആരായിരുന്നാലും അവരെ വെളിച്ചത്ത് കൊണ്ടുവരണം. അതിനുവേണ്ടി ഞങ്ങൾ ഡി കെക്കൊപ്പം നിൽക്കും. ആ ഹേമലത എന്ന് പറയുന്ന സ്ത്രീയെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ശ്രീയേട്ടനും ബാലുവും ഗോകുലും. വേണ്ട. തൽക്കാലം അവരോട് അതൊന്നും അന്വേഷിക്കുകയോ അതിന് പിന്നാലെ പോയി അപകടത്തിൽ ചാടുകയോ ചെയ്യരുതെന്ന് പറഞ്ഞേക്കാം. രാത്രി യുദ്ധം ചെയ്യുന്ന നിഷാദിനെ പോലെ ഇരുളിലെവിടെയോ മുഖമില്ലാത്തൊരു ശത്രു ഒളിച്ചിരുന്ന് എനിക്കെതിരെ കെണിയൊരുക്കുന്നു. അബദ്ധത്തിൽ ഞാനതിൽ വീണു. പക്ഷേ അതാരായാലും താമസിയാതെ വെളിച്ചത്ത് വന്നേ പറ്റൂ. അതുവരെ അവരോട് സൂക്ഷിക്കാൻ പറയണം. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇവിടെ കഴിക്കാനൊന്നും ഇല്ലേ? ചോറൊക്കെ ആർക്ക് വേണം? പ്ലേറ്റൊക്കെ ഇവിടെ അവിടെ കൊണ്ട് വെച്ചേക്കുവാ. ഒന്ന് എടുക്കാൻ ഭാഗത്ത് വെച്ചാ എന്താ? ചപ്പാത്തി ഉണ്ടാക്കി തവി എന്തേ? ഇതൊന്നും ആർക്കും കഴുകി വെക്കാൻ വയ്യേ. ഇനിയിപ്പൊ തവി മമ്മിക്കൊന്നാ തവിയെങ്കിലും കഴുകി വെച്ചൂടെ? ഇതൊന്നും കാണുന്നില്ല. എന്താ നോക്കിക്കൊണ്ടിരിക്കുവാ? ഞാനിതെല്ലാം കാണുന്നുണ്ട്. നിനക്കിപ്പോ എന്തോ വേണം? ഒരു തവി വേണം. ഇതായിരിക്കുന്നു, അതാ അതിന്റെ തവി. എടുക്കാൻ പാകത്തിന് വെച്ചാലെന്താ? എടീ, നീ ഇതാരോടാ ഈ ദേഷ്യപ്പെടുന്നേ? മനസ്സിൽ ഒന്ന് വെച്ചോണ്ട് വേറൊന്ന് ചെയ്താ ഇങ്ങനെ ഇരിക്കും. ആവശ്യമുള്ള ഒന്നും കാണത്തില്ല.
അങ്ങാടി തോറ്റതിന് ബാക്കിയുള്ളവരുടെ നെഞ്ചത്ത്. ഇനി കുടിക്കാൻ വെള്ളം ഞാൻ തന്നെ എടുത്തോണ്ട് കൊടുക്കണമായിരിക്കും. കുടിക്കേ, തൊണ്ടേ കുരുങ്ങി ചാവണ്ട. വായി വെച്ച് കഴിക്കാൻ കൊള്ളില്ല. ഇതൊക്കെ മനുഷ്യർക്ക് കഴിക്കാൻ ഉണ്ടാക്കിയതോ അതുപോലെ പട്ടിക്കും പൂച്ചയും കഴിക്കാനോ? ആ, ഈ വീട്ടിലെ പട്ടിയും പൂച്ചയൊക്കെ ഇത് തന്നെയാ കഴിച്ചത്. എടി, ഇതിനെന്തടി കുഴപ്പം? ഞങ്ങളൊക്കെ ഇത് തന്നെയാ കഴിച്ചത്. ഇപ്പൊ നിനക്ക് മാത്രം കഴിക്കാൻ കൊള്ളില്ല. എടി, ഇത് അഹങ്കാരം കേട്ടോ. എനിക്ക് ചൊറിഞ്ഞു കേറുന്നുണ്ട് കേട്ടോ. മേഡം, ഇതാണ് ലൈൻ. അതെ മേഡം, ഇതാ ഫയല്. ഡി കെ ഉപേക്ഷിച്ച് ജ്യോതി അവളുടെ വീട്ടിലോട്ട് പോയി. ഡി കെക്ക് ഇപ്പം മൊത്തത്തിൽ കഷ്ടാലമാണല്ലോ മേഡം. അവരുടെ കുടുംബകാര്യത്തെക്കുറിച്ചൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. കുറ്റം തെളിയിക്കാന്നുള്ള ജോലി മാത്രമേ നമുക്കുള്ളൂ. അപ്പോ ഡി കെ പറഞ്ഞ കഥകളൊന്നും ജ്യോതിക്ക് വിശ്വാസമായിട്ടില്ല. അതെങ്ങനെ വിശ്വസിക്കാനാ? അത്രയ്ക്ക് നാറിയില്ലേ? അതൊന്നും നമ്മുടെ വിഷയമല്ല. നമുക്കാവശ്യം അവിനാഷിന്റെ കേസിൽ അയാൾക്കെതിരെയുള്ള തെളിവുകളാണ്. മേഡം, ഇതുവരെ ആർക്കെതിരെയും കോൺക്രീറ്റ് ആയ ഒരു തെളിവ് കിട്ടിയിട്ടില്ല. ഓരോരുത്തർക്കും അവരുടേതായ ന്യായങ്ങളുണ്ട്. അവിനാഷിന്റെ കേസ് ഒരു വല്ലാത്ത കുരുക്ക് തന്നെയാണ്. ആ ഡ്രൈവറെ ഉടനെ കണ്ടുപിടിച്ചേ പറ്റൂ. ഇതിൽ നിർണായകമായ ഒരു റോൾ അയാൾക്കുണ്ട്. അയാളെ ആരെങ്കിലും വിലക്കെടുത്താണെങ്കിലോ? അതിനും സാധ്യതയുണ്ട്. വിഷം കലർത്തിയ മദ്യം അവിനാഷിന് നൽകിയത് അയാളുമാവാം. അങ്ങനെയാണെങ്കിൽ അത് ആരായിരിക്കും? ആരുമാവാം. അമരാവതിയിലെയും സരോവരത്തിലെയും ആരെ വേണമെങ്കിലും സംശയിക്കാം. അവിനാഷിന്റെ സഹോദരി ചിത്രയെ വരെ. ആ കുട്ടി അങ്ങനെ ചെയ്യൂ? സാധ്യത കൂടുതലാണ്. അവിനാഷിനോട് അമരാവതിയിലെയും സരോവരത്തിലെയും മറ്റാരേക്കാളും കൂടുതൽ ശത്രുത ചിത്രയ്ക്കുണ്ടായിരുന്നു. പ്രിയയുടെ വിവാഹ നിശ്ചയത്തിന്റെ ദിവസം അവിനാഷിനെ കെട്ടിയിടാൻ ഡി കെയ്ക്കും ജ്യോതിക്കുമൊപ്പം ചിത്രയുണ്ടായിരുന്നു. അതുമാത്രമല്ല, അവിനാഷിന് സൂയിസൈഡ് ചെയ്യാൻ വിഷം പോലും ഒരിക്കൽ ചിത്ര കൊണ്ടു കൊടുത്തു. നമുക്ക് ചിത്ര ഒന്നുകൂടെ ചോദ്യം ചെയ്താലോ മാഡം? വേണ്ടിവരും. അവിനാഷിന്റെ കൊലയാളി ആരാണെന്ന് ചിത്രയ്ക്കറിയാൻ സാധ്യതയുണ്ടാവും. ഡി കെയുടെയും ജ്യോതിയുടെയും ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് പല തവണ അവൾ അവിനാഷിനോട് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഡ്രൈവർ ജാവീദിനെ വിലക്കെടുത്തത് ചിത്രയായിരിക്കും. അല്ലെങ്കിൽ ചിത്രയുടെ ഹസ്ബൻഡ് ബാലു. അവിനാഷും ബാലുവും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ. തൽക്കാലം ചിത്രയെ ഞാൻ ഒഴിച്ചു നിർത്തിയതാ. നമുക്ക് അവളെ സംശയമില്ലെന്ന വിചാരത്തിൽ അവൾ ജീവിക്കട്ടെ. ഏതെങ്കിലും ഒരു തെളിവ് അവൾക്കെതിരെ കിട്ടിയാൽ അവളുടെ കഥ അതോടെ തീരും. അതിരിക്കട്ടെ, ഡി കെയുടെ കോൾ ലിസ്റ്റ് ചെക്ക് ചെയ്തോ? കഴിഞ്ഞ 3 മാസത്തെ ഇൻകമിങ്ങും ഔട്ട് ഗോയിങ്ങും എല്ലാം നോക്കി. അതില് ഡി കെ സംശയിക്കാൻ മാത്രം ഒന്നുമില്ല മേഡം. ഓരോ വഴികളും അടയുകയാണല്ലോ മേഡം. ഏത് കേസിലും ഇത് സ്വാഭാവികമാണ്. തെളിവുകൾ എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചു നിൽക്കും. അന്വേഷണം 1 ഇഞ്ച് പോലും മുന്നോട്ട് പോവില്ല. പക്ഷേ ഓരോ കേസിനും ഓരോ വിധിയുണ്ട്. മുന്നോട്ട് പോവാനുള്ള തെളിവുകൾ സ്വയം ഉണ്ടാവും. ഡി കെ നമ്മൾ പൂട്ടിയിരിക്കും.
ക്ഷമിക്കണേ അമ്മ. എനിക്ക് വേറെ വഴിയില്ല. ചെയ്തത് വലിയ അപരാധമാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ ഏട്ടന്റെയും കുടുംബത്തിന്റെയും ജീവനും അഭിമാനവും രക്ഷിക്കാൻ എന്റെ മുമ്പിൽ വേറെ വഴിയില്ലാതായിപ്പോയി. ആരോടും ഒന്നും പറയാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. പറയമ്മേ, ഞാൻ ചെയ്തത് തെറ്റാണോ അതോ ശരിയാണോ? എന്റെ ഏട്ടന് ഒരു പോറലേറ്റാ പോലും എനിക്കത് സഹിക്കില്ല. അതിനുവേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ ഞാൻ തയ്യാറാ. ഒരു ദിനം കനവിൻ മലർവനം അരികിലത് മിഴികളിൽ അടരുകയോ. ഇതുവരെ കരളിൽ പ്രിയമൊഴി അതു പകരും പലതിനമോർത്തിടവേ. പണ്ടു പണ്ടേ പൂത്ത മലരുകൾ മിന്നും മിന്നാമേനുകൾ ഒരു കുറിനി വരുമോ. മറുചിരിയുടെ ഇതളുകൾ പുലരൊളി നിറവുകൾ ഇരുളിതായി വരുമോ. പണ്ടു പണ്ടേ പൂത്ത മലരുകൾ മിന്നും മിന്നാമേനുകൾ ഒരു കുറിനി വരുമോ. മറുചിരിയുടെ ഇതളുകൾ പുലരൊളി നിറവുകൾ ഇരുളിതായി വരുമോ. അമ്മ, ഒന്നും അറിയാത്ത എന്റെ ഏട്ടനെ ഞാൻ കുറ്റപ്പെടുത്തി. ആരും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ കൂടെ നിൽക്കുന്ന അദ്ദേഹം വിശ്വസിച്ചു. പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല. ഈ ധർമ്മസങ്കടം ഞാൻ ആരോട് പറയാനാ? അമ്മയ്ക്ക് സത്യം അറിയില്ലേ? ഇതല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ ഏട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ ഏട്ടൻ എന്നെ ചതിക്കൂന്ന് ഒരു നേരിയ സംശയം പോലും എനിക്കില്ല. എന്നിട്ടും എന്റെ ഏട്ടന്റെ മുമ്പിൽ ഞാൻ അഭിനയിച്ചു. ഏട്ടൻ പറഞ്ഞതൊന്നും കേൾക്കാൻ പോലും ഞാൻ തയ്യാറായില്ല. അതെന്റെ ഏട്ടനെ തകർത്ത് കാണും. എനിക്കറിയാം.